എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊന്നും ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്റെ ഭർത്താവിനോടാ. എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ എന്നെ വീണ്ടും വീണ്ടും പറ്റിക്കുന്ന എന്റെ ഭർത്താവിനോട്. സന്ദീപേ, എന്റെ ചേച്ചി എന്ന് പറയുന്ന ഇവർക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനവും ഇല്ല. അതെന്റെ ഭർത്താവിനും കൂടി ഇല്ലാന്നറിയുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. അതിരെ ഒന്ന് നിർത്ത്. അങ്ങനെ ഇപ്പൊ എന്റെ വായടപ്പിക്കാനൊന്നും സന്ദീപ് നോക്കണ്ട. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ആദ്യം ഉറങ്ങുന്നുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇതാ ഇവര്. മീരടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെ സഹായിക്കാനാണോ അതോ ഇവരെ സഹായിക്കാനാണോ? നീ കണ്ടതല്ലേ മോള് നിർത്താതെ കരയുന്നത്? ഇപ്പൊ കരയുന്നുണ്ടോന്ന് നോക്ക്. അങ്ങനെ കരയുമ്പോ കരച്ചില് മാറ്റാൻ അതിന്റെ തള ചത്തുപോയിട്ടൊന്നുമില്ല, ജീവനോടെ തന്നെയുണ്ട്. അങ്ങനെ ഇവരെടുത്തിട്ട് എന്റെ കുഞ്ഞ് കരച്ചില് നിർത്തണ്ട. അതിരെ എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അച്ഛാ, അച്ഛന്റെ മുൻപിൽ വെച്ച് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്റെ കുഞ്ഞിനെ ഇവരെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. എത്ര പറഞ്ഞിട്ട് ഇവർക്കത് മനസ്സിലാവുന്നില്ല. അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞവരെ വിലക്കണം. എന്റെ ഭർത്താവായ സന്ദീപിനത് കഴിയാത്തതുകൊണ്ടാ അച്ഛനോട് പറയുന്നത്. അവർക്ക് കൂട്ടിന് മീരേട്ടത്തെയും സന്ദീപും സച്ചിയേട്ടനും. മോളെ അർച്ചനെ, ആതിരയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ കാര്യം നീ എന്തിനാ വീണ്ടും വീണ്ടും ചെയ്യാൻ പോകുന്നത്? അവളുടെ മോളെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എടുക്കണ്ട. കഴിഞ്ഞല്ലോ പ്രശ്നം. തീർന്നില്ല അച്ഛാ. ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് മരുന്ന് കൊടുക്കണം. അത് കൊടുക്കുന്നത് ഏട്ടത്തിയാ. അപ്പോ ആതിര പറയുന്നത് പോലെ കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ പറ്റില്ല. അതെന്താ? ഞാൻ മരുന്ന് കൊടുത്താൽ ശരിയാവില്ലേ? എന്റെ കുഞ്ഞിന് എന്ത് മരുന്നാണെങ്കിലും അത് ഞാൻ കൊടുത്തോളാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയാ, ഇനി മേലാൽ എന്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കരുത്. ഇനി അങ്ങനെ ഉണ്ടായ ചേച്ചിയാണെന്നുള്ളത് മറന്നിട്ടാവും എന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. മോളെങ്കിതാ തരാൻ വേണ്ട അർച്ചന, കൊടുക്കണ്ട. ആതിരി പോ. മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ തന്നെ റൂമിൽ കൊണ്ടുവരാം. അത് വേണ്ടെങ്കിലോ? കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? മരുന്ന് കൊടുക്കാന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്തിനുള്ള മരുന്നാന്ന് നിനക്കറിയോ? എടുത്തി നീ മിണ്ടാതിരിക്കെ. ഇവള് സത്യം അറിയട്ടെ. ഉപകാരം ചെയ്തിട്ട് നമ്മൾ എന്തിനാ ഇവളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കുന്നത്? അർച്ചനയുടെ കയ്യിലിരിക്കുന്ന നിന്റെ ഈ മോള് ഒരു ഹാർട്ട് പേഷ്യന്റ് ആതിരെ. നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ദാ നിൽക്കുന്ന നിന്റെ ഭർത്താവ്, ചോദിച്ചു നോക്ക്. ഹാർട്ടിൽ ഹോൾ ഉള്ളത് കൊണ്ടാ ചില നേരത്തെ കുഞ്ഞ് നിർത്താതെ കരയുന്നത്. അങ്ങനെ നിർത്താതെ കരയുമ്പോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം. അത് കൊടുക്കുന്നത് അർച്ചനയാ. അതിനാ കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്.
നിന്നെ അറിയിക്കേണ്ടെന്ന് സന്ദീപ് പറഞ്ഞതുകൊണ്ടാ ഇതുവരെ ആരും നിന്നോടൊന്നും പറയാതിരുന്നേ. നീ അറിഞ്ഞ ചിലപ്പോ നിനക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് കരുതി. അതുകൊണ്ടാ അർച്ചന ഉറങ്ങാതിരുന്ന് മരുന്ന് കൊടുക്കുന്നേ. നമ്മുടെ മോൾക്ക് ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഏട്ടത്തി എനിക്ക് ധൈര്യം തന്നത്. ആ ഏട്ടത്തി നീ ഓരോന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ നെഞ്ചപ്പടയുന്നെ. ഏട്ടത്തി വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞേനെ. നീ വിഷമിക്കണ്ട മോളെ. നമുക്കൊരു വയസ്സാവുമ്പോൾ ഒരു സർജറി ചെയ്തത് മാറുമെന്ന ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോ ഈ മരുന്ന് കൊണ്ട് തന്നെ മാറും. എങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കാം. ഇങ്ങനൊരവസ്ഥ നിന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ നിന്നെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അർച്ചന കുഞ്ഞിനെ എടുക്കുമ്പോൾ അത് കരച്ചിലും നിർത്തും. അത് മരുന്ന് കൊടുക്കാൻ അർച്ചനയുടെ അടുത്ത് തന്നെ കൊണ്ടുവരുന്നത്. ഇനി അങ്ങ് കൊടുത്തേക്ക് അർച്ചനെ. മരുന്നും ആതിരെ അങ്ങ് ഏൽപ്പിക്ക്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ആതിരയ്ക്ക് അറിയാലോ. നീ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കും തോറും അവള് പറയുന്നത് എന്താ? അർച്ചനയായോണ്ട് കൊള്ളാം ആതിരെ. നീ പറയുന്നതൊക്കെ കേട്ട് ക്ഷമിക്കും. അത് നീ നിന്റെ ചേച്ചി ഒന്ന് മനസ്സിലാക്ക്. ഇവിടെ വേറെ ആരെന്ത് പറഞ്ഞാലും അവൾക്ക് ക്ഷമിക്കാൻ പറ്റും. നീ പറയുന്നതൊന്നും പെട്ടെന്ന് അവളുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ രണ്ടുപേരും. അതിപ്പോ ഞാൻ അറിഞ്ഞോ ആ കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈന്റ് ആണെന്ന്? ഹാർട്ടിന്റെ അസുഖമൊന്നുമല്ല. ഇനി ആ കുഞ്ഞ് ചത്തുപോയാലും അവർ തമ്മിൽ ഒന്നിക്കാത്ത രീതിയിൽ അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാവണമായിരുന്നു. അവന്തികെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുമ്പോ അത് നോക്കിയും കണ്ടും വേണം ചെയ്യാനെന്ന്. ഇപ്പോ ആതിരയും അർച്ചനയും ഒന്നായ സ്ഥിതിക്ക് നിന്റെ ഒരു പരിപാടിയും ഇനി അവിടെ നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇത്രയും നാളും നീ ഉണ്ടാക്കിയതിനൊക്കെ അവർ ഒരുമിച്ച് നിന്നായിരിക്കും പകരം ചോദിക്കുന്നത്. ഇന്ന് നടന്നതൊക്കെ വള്ളിപുള്ളി തെറ്റാതെ അവനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. മറുതലയ്ക്കലിൽ നിന്ന് എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു തന്നു അവൻ. ഏതവൻ? ഞാൻ എന്റെ സുഹൃത്തിനോടാ സംസാരിച്ചത്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങളിങ്ങനെ അടുക്കുന്ന കണ്ടിട്ട് കുറെ ദിവസങ്ങളായില്ലേ? അതുകൊണ്ടൊന്ന് ഒരുമിച്ച് വന്നേ ഉള്ളൂ. ഇവള് പറഞ്ഞു പല സാഹചര്യത്തില് പല രീതിയില് അവന്തിക ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പുകളെ കുറിച്ച്. എന്താ കരുതിയത്? ഇനിയുള്ള കാലം അത്രയും ഞങ്ങൾ പിണങ്ങിയിരിക്കുന്നു. കുറച്ച് ദിവസമായി നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഞാൻ എൻ്റെ ചേച്ചിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നതാ സത്യമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ഞാനും ചേച്ചിയും പിണങ്ങുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. എങ്കിലും
നിങ്ങളുടെ വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ച് പിണങ്ങിയതിൽ എനിക്ക് നല്ല മനസ്താപമുണ്ട്. ഞങ്ങളുടെ പിണക്കം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതാ ഇത്രയും ദിവസം ഞാൻ ഒന്നും പറയാതെ കാത്തിരുന്നതും. എന്തൊക്കെ പറഞ്ഞാലും ഒരേ ചോരയല്ലേ. കുറെ കാലം പിണക്കി നിർത്താന്ന് കരുതിയ നിങ്ങൾ തന്നെയാ വിട്ടി. ഇനി ഞങ്ങൾ ഒന്നാ. എത്ര വഴക്ക് കൂടിയാലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. വാ മോളെ. ചേച്ചി ഒന്ന് നിന്നേ. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. ആതിരെ വേണ്ട. ശരിക്കും നിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും വേണ്ട. ആവശ്യത്തിനുള്ളത് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നീ കൂടി അത് ശീലമാക്കണ്ട. ഒന്നുമില്ലേലും മൂത്ത ഏട്ടത്തിയല്ലേ. നീ വാ. ഇനി എന്റെ ചേച്ചിയുടെ കുറ്റം പറഞ്ഞ് ഞങ്ങളെ തമ്മി തല്ലിക്കാൻ ഇറങ്ങിയ അന്ന് ചേച്ചി തടഞ്ഞാലും ഞാൻ നിങ്ങളെ തല്ലും. എല്ലാം തിരിച്ചറിഞ്ഞപ്പം മുതൽ ഞാൻ ആഗ്രഹിച്ചതാ നിങ്ങളുടെ ചെവിക്കലിന്റെ ഒരെണ്ണം പൊട്ടിക്കണമെന്ന്. പക്ഷേ ഇത് പറ്റാത്തതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം നിങ്ങൾ ഇനിയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഇതും കൂടെ ചേർത്ത് ഞാൻ തരുന്നുണ്ട്. വാ. ബാബു എന്താണ് ഓ ഓ ഓ കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി ദേ പൊട്ടും തൊട്ടു അല്ലടാ. ആവണ മോളെ പോയി എടുത്തി. ആ അവള് രാവിലെ സ്കൂളിലേക്ക് പോയി. ഇവിടുന്ന് പോയി വരാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അതുവഴി അങ്ങ് കൊണ്ടുപോയിക്കോളെ. എടുത്തി ഒരു കാര്യം ചെയ്. എടുത്തി നാളെ എങ്ങ് പോയിക്കോ. അയ്യോ അപ്പൊ കുഞ്ഞിന്റെ കാര്യം? ആ അതിന് ഞാനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നോയിക്കോളാം. അങ്ങനെയാണെങ്കിൽ നീ വേണമെന്നില്ല, അർച്ചന മാത്രം മതി. ഇനി മൂന്നിന്റെ അത് നീ തനിക്കുണം കാണിച്ചിട്ട് പിന്നെ അർച്ചനയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാതെ ഇരിക്കരുത് കേട്ടല്ലോ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓ എന്നെക്കാളും മോളെ നോക്കാൻ പറ്റുന്ന ചേച്ചിക്ക് തന്നെയാ. ഇവളെ ചേച്ചി തന്നെ വളർത്തിയാൽ മതി. ചേച്ചി അനിയത്തി ഒന്നു ചേർന്നതിന്റെ സന്തോഷം അവന്തിക മാറ്റി തരുന്നുണ്ട്.
കണ്ണീരും പ്രാർത്ഥനയും കൊണ്ട് ആതിരയുടെ മനസ്സ് മാറിയത്. ഒരിക്കൽ കൂടി ശിവപുരത്തെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു സച്ചേട്ടാ. ഇതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്റെ കുഞ്ഞിനെ വളർത്താനുള്ള എല്ലാ അവകാശവും ഞാൻ ചേച്ചിക്ക് തന്നിരിക്കും. വാവേ, ഇത് നിന്റെ അമ്മയാ കേട്ടോ. ഓ ഓ നീ ഊട്ടുന്നതും താലോലിക്കുന്നതും വല്ലവന്റെ കുഞ്ഞിനെയാണ് ആതിരെ. നീ നോക്കിക്കോ. നിന്റെ കുഞ്ഞിനെ നീ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇന്നത്തോടെ അതിന്റെ കഥ ഞാൻ തീർക്കും. ഏതൊരു മരമായാലും പുരയ്ക്ക് മേലേക്ക് ചാഞ്ഞ അത് അപകടമാണ്. അതിനെ കടക്കലെ വെട്ടി ദൂരെ എറിയണം. പിന്നീട് വളർന്നു പന്തലിച്ച് ശിവന്റെ കൂരയ്ക്ക് മേലേക്ക് ചായാൻ സാധ്യതയുള്ള ആ വൃക്ഷത്തൈ ഇപ്പൊ തന്നെ പിഴുത് ദൂരേക്കെറിയണം. തൈ വളർന്ന് മരമാവുന്നതിന് മുമ്പ് നശിപ്പിക്കണം.